അല്ല അത് ഉമ്മൻചാണ്ടി സാറും കെ എം മാണി സാറും ആണ് നമുക്ക് മാതൃകയായത്. കാരണം 55 വർഷം പൂർത്തീകരിച്ച അഭ്യുന്നതനായ കെ എം മാണി സാറിനെ കേരള നിയമസഭ ആദരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സംസ്കൃതി, അദ്ദേഹത്തിന്റെ നല്ല കാര്യങ്ങളെ നമ്മളെല്ലാം അഭിനന്ദിക്കുകയാണ് ചെയ്തത്. അല്ല മാണി സാർ ബിരുദനായപ്പം ഒന്ന് മാറാൻ പറ്റില്ല, 2 ടൈം ഞാൻ മാറാൻ പറ്റാൻ ആരും ചോദിച്ചില്ല. എല്ലാവരും പറഞ്ഞ് 55 വർഷം ഇരുന്നത് കേരളത്തിന് അനുഗ്രഹമായെന്നാണ് പറഞ്ഞത്. ഉമ്മൻചാണ്ടി സാർ 50 വർഷം ഇരുന്നതിന് നമ്മൾ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. അപ്പം ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ്, ബഹുമാനപ്പെട്ട പി ജോസഫ് സാർ, ഇവർ 70കളിൽ നിയമസഭയിലേക്ക് കടന്നു വന്നവരാണ്. അവരൊക്കെ നിയമസഭയുടെ ഭാഗമായി ഇപ്പോഴും പ്രവർത്തന രംഗത്ത് നിൽക്കുകയാണല്ലോ. അപ്പം അതുകൊണ്ട് നമുക്കിപ്പോൾ ഇതിൽ ഒരു പൊതു മണ്ഡലത്തിലെ ജനങ്ങൾക്ക് സ്വീകാര്യമാണ്, അവർക്ക് വേണ്ടി നന്മയാണ് ചെയ്യുന്നതെങ്കിൽ അവർ നമ്മളെ ജനപ്രതിനിധികളായിട്ട് അംഗീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവർക്ക് സ്വീകാര്യമല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ പുതിയ തലമുറയുടെ അവസരം തന്നുകൊണ്ടാണ് ഞാൻ MLA. ഈ സീനിയർ നേതാക്കന്മാരെല്ലാം ഉള്ളതിനിടയ്ക്ക് 96 KSC വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് പി ജോസഫ് സാറ് എനിക്കൊരു സീറ്റ് തന്നു. ഞാൻ ആ മത്സരിക്കാൻ ബാക്കി ഇപ്പം അന്ന് ജയിച്ചു ഇങ്ങനെ MLA ആയിട്ട് വരാനായിരുന്നു. പാർട്ടി യുവാക്കൾക്ക് പരിഗണന കൊടുക്കുന്നതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഷിപ്രൻസ് ലൂക്കോസ് KSC പ്രസിഡന്റ് ആയിരുന്നു, യൂത്ത് ഫ്രണ്ട് പ്രസിഡന്റ് ആയിരുന്നു, ഏറ്റുമാനൂരിൽ പാർട്ടി സീറ്റ് കൊടുക്കാൻ തയ്യാറായി. എല്ലാ വർഷങ്ങളിലും ആരെയൊക്കെ ആയി കേരള കോൺഗ്രസ് പരിഗണിച്ചു പോകുന്നുണ്ട്. എത്ര യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ KSU ലീഡർഷിപ്പിലുള്ള എത്രയോ പേരെയാണ് കോൺഗ്രസ് പാർട്ടി പരിഗണിക്കുന്നത്, മുസ്ലിം ലീഗ് ആണെങ്കിലും പരിഗണിക്കുന്നുണ്ട്. UDF എല്ലാവരും ചെയ്യുന്നുണ്ട്, LDF ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പൊതുവായി നിൽക്കുന്ന ഒരു കാര്യമായിട്ട് കണക്കാക്കാൻ മതി എന്നുള്ളതാണ് എനിക്ക് അതേക്കുറിച്ചുള്ളത്. അല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിൻ്റെ കാര്യം കാരണം അല്ല അവർ വരുമോ ഇല്ലെന്നുള്ള അവരുടെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ അതേക്കുറിച്ച് നിലപാട് പറഞ്ഞിട്ടുണ്ട്. അല്ല അതിന് മറുപടിയൊക്കെ നമ്മൾ പറഞ്ഞാൽ അല്ല ഞാൻ പറഞ്ഞത് ഒരു കാര്യം ഇതിനകത്ത് വളരെ വ്യക്തമാണ്. നമുക്കിപ്പോൾ ഇതുവരെ നടന്നായി ഇപ്പോൾ ജോസ് കെ മാണിയുടെ വിഭാഗം LDFിലേക്ക് പോയ ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകൾ ആണ് നമുക്കൊരു ഒന്ന് വിലയിരുത്താനുള്ള ഒരു മാനദണ്ഡമാക്കാവുന്നത്. അതിൽ ഒന്ന് ലോക്സഭാ ഇലക്ഷനിൽ ജോസ് കെ മാണി വിഭാഗം നേരത്തെ UDFിൽ നിന്ന് ജയിച്ചതാണ് തോമസ് ചാഴികാടൻ. അവർ LDFിലേക്ക് മാറി മത്സരിച്ചു. പി ജോസഫിന്റെ വിഭാഗം UDF തുടർന്നു. അപ്പോൾ കോട്ടയം പാർലമെന്റിൽ 87,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഫ്രാൻസിസ് ജോർജ് MP PJ ജോസഫിന്റെ കാൻഡിഡേറ്റായി കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി UDF സ്ഥാനാർത്ഥിയായി വന്ന് അദ്ദേഹം ജയിച്ചു. ജോസ് കെ മാണി വിഭാഗം പോയ ശേഷമാണ് ഈ 87,000 വോട്ടിന് ജയിക്കുന്നത് എന്നുള്ളത് രാഷ്ട്രീയമായി വളരെ പ്രസക്തമായ കാര്യമാണ്. 2 നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ്, ഏറ്റവും അവസാനം നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, മറ്റു ഉപതെരഞ്ഞെടുപ്പുകൾ. അപ്പോൾ ഇതിലെല്ലാം UDF ആണ് വിജയിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള വിജയത്തിലേക്ക് വരുമ്പോൾ അവർ പോയിട്ടും മുന്നണിക്ക് അതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ഒരു ദോഷമുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ മുന്നണിയുടെ ജനബലം, ജനകീയ അടിത്തറയും ജനബലവും ശക്തമായി നിലകൊള്ളുന്നു, UDF മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് കാണിക്കാൻ കഴിയുക. പക്ഷേ അവരുടെ പാർട്ടി കേരള കോൺഗ്രസ് M അവിടെ LDF തുടരാൻ ആഗ്രഹിക്കുന്നില്ല, അവർ UDFിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. അവർ പറഞ്ഞാൽ UDF ചർച്ച ചെയ്യും. ഞങ്ങൾ അതിനകത്ത് ഇപ്പോൾ ഒരു ഗുണത്തിനും ദോഷത്തിനും എത്തില്ല. ഇല്ല പുള്ളി ക്ഷണിക്കുന്നില്ല, നേരത്തെ ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു UDF ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, ഞങ്ങളിപ്പോൾ അതിനെ കിടക്കുന്നില്ല. കൺവീനർക്ക് UDF കൺവീനർ എന്ന നിലയിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായി പറയാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ. ആ സ്വാതന്ത്ര്യത്തിൽ അദ്ദേഹം പറഞ്ഞതായിരിക്കും അത്. പക്ഷേ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്നൊരു സംശയമില്ല. കേരള കോൺഗ്രസ് യോജിപ്പിനെ കുറിച്ച് UDF ഒരു ഘട്ടത്തിലും ചർച്ച ചെയ്തിട്ടില്ല. അല്ല LDF അല്ലെങ്കിൽ നേരത്തെ വിജയമുണ്ടായിട്ടുണ്ട്, ജോസഫ് വിജയമുണ്ടായിട്ടുണ്ട്. അല്ല അത് ഈ കോട്ടയത്തുണ്ടായ കാര്യമല്ലോ. കേരളം ഒട്ടാകെ 99 സീറ്റിൽ പിണറായി വിജയന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF ഗവൺമെന്റ് രണ്ടാമത് അധികാരത്തിൽ വന്നത് ജോസ് കെ മാണി എന്നിട്ടല്ല. കേരളം ഒട്ടാകെ 99 അവരുടെ തട്ടങ്ങളിലൊക്കെ ഒരു തോറ്റുപോയി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ CPMന്റെയും കാര്യങ്ങളെയും കൊണ്ട് നിയമസഭയിലേക്ക് ഏതാനും സീറ്റുകൾ 99 ജയിച്ച കൂട്ടത്തിൽ അവിടെ ജയിച്ചു എന്നല്ലാതെ അവരുടെ തട്ടകളിൽ എന്താ സംഭവിച്ചത്? അപ്പൊ അതുകൊണ്ട് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇതൊരു അടിസ്ഥാന ഘടകമായി LDFിലും പ്രശ്നം വരേണ്ട കാര്യമില്ല, UDF ഇപ്പോൾ ഒരു പ്രശ്നമാക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ പത്രസമ്മേളനത്തിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ കടുത്തുരുത്തി മണ്ഡലത്തിൽ ജനങ്ങളുടെ ആ ഒരു ജനപ്രതിയായി മത്സരിക്കുക എന്നതാണ് എൻ്റെ നിലപാട്. പാർട്ടിയുടെയും UDFിന്റെ നിലപാടാണ്. അവിടെ കടുത്തുരുത്തിയിൽ മത്സരത്തിൽ ഞാൻ ഉണ്ടാവും. ജനങ്ങൾ എന്നെ അനുഗ്രഹിച്ചത് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ എന്നെ ചെയ്തിട്ടുണ്ട്, അത് ഇപ്പോൾ ആവശ്യമുണ്ടാകും എന്ന ഉറച്ച വിശ്വാസത്തിൽ ഞാൻ കടുത്തുരുത്തി മണ്ഡലം മാറുന്നതിനെ കുറിച്ച് എനിക്ക് ആലോചിക്കേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെ ചിന്തയിലേക്ക് പോകുന്നില്ല. ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്
അത് എളിമയോടുകൂടി ആ മനുഷ്യർക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് ജനങ്ങൾ തരുന്നൊരു അംഗീകാരം തന്നുള്ളൂ. അത് എൻ്റെ കഴിവിൻ്റെ പരമാവധി കടുത്ത നിയോജക ജനങ്ങൾക്ക് വേണ്ടി വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന രീതിയാണുള്ളത്. അത് തുടരാൻ ജനങ്ങൾ അനുവദിക്കും എന്ന ഉറച്ച വിശ്വാസം. ബാക്കി എല്ലാം കഴിഞ്ഞോളം പറഞ്ഞാൽ